വിഷുവിൻ്റെ അന്ന് ഇന്നേ വരെ ഒരു കൊല്ലം പോലും മുടക്ക് വരാണ്ട് എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തരുന്ന ഒരു 2 ഐറ്റം ഉണ്ട്. ഒന്ന് മധുരമുള്ള വിഷുക്കട്ടിയും പിന്നെ മധുരമില്ലാത്ത വിഷുക്കട്ടിയും. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ നാട്ടിലെ എല്ലാവരും ഓൾമോസ്റ്റ് അത് ഉണ്ടാക്കാറുണ്ടെന്ന് തോന്നുന്നു. അതിലും എൻ്റെ ഫേവറേറ്റ് മധുരമുള്ള വിഷുക്കട്ടി ആട്ടാ. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ച് രണ്ടും ഉണ്ടാക്കാം. സാധാരണ അമ്മയാണല്ലോ ഉണ്ടാക്കി തരാറ്. എന്നാൽ പിന്നെ ആ പാരമ്പര്യം അങ്ങ് തുടരാന്ന് വിചാരിച്ചു. ഞാൻ സ്കൂളും കോളേജൊക്കെ വിട്ടു വരുമ്പോഴത്തേനും വിഷുക്കട്ട അവിടെ ടേബിളിൽ റെഡി ആയിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ അയൽപ്പക്കത്ത് നിന്ന് സൈച്ചേച്ചും ബാലഞ്ചേണ്ടൊക്കെ വന്നിട്ട് അവരുടെ സ്പെഷ്യൽ പായസവും വിഷുക്കട്ടിയും സാമ്പാറുമായി എല്ലാം കൂടി കൊണ്ടുവരും. പിന്നെ 2-3 ദിവസത്തേക്ക് ഇതായിരിക്കും നമ്മുടെ മെയിൻ ആഹാരം. നാട്ടിൽ ഞാൻ ഒട്ടും മൈൻഡ് ചെയ്യേണ്ടിരുന്ന വാഴയിലായിരുന്നു. ഇവിടെ ഞാൻ വെറും ഒരു വാഴല വാങ്ങി അതിന് 2ആയി മുറിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടത്. ബിക്കോസ് വാഴല ഈസ് വെരി കോസ്റ്റ്ലി. വാഴല കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണിക്കൊന്നയിലേക്ക് എൻ്റെ കണ്ണ് ജസ്റ്റ് ഒന്ന് പോയായിരുന്നു. 360 രൂപ. ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ വേണ്ട, ഉള്ളതുകൊണ്ട് ഓണം പോലെ 2 പ്ലാസ്റ്റിക് പൂ വെക്കാന്ന് വിചാരിച്ചു. ഹൗസ് മൈ കണിക്കുന്ന പൂക്കൾ. അപ്പൊ നിങ്ങളൊക്കെ എന്തായാലും പടക്കൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുമ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു സ്പെഷ്യൽ വിഷുക്കട്ട കഴിച്ച് പണ്ടത്തെ ഓർമ്മകളൊക്കെ അയവിറക്കി ആഘോഷിക്കാന്ന് വിചാരിച്ചു. ഇതുപോലത്തെ വിഷുക്കട്ട നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ വിഷുവിന് എന്താ ഉണ്ടാക്കുക? ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം.